നമസ്കാരം. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് അരീക്കോട് എടവണ്ണപ്പാറ റോഡിൽ ആലുക്കൽ ഇറക്കത്തിൽ ബസ്സും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. എതിർദിശയിലൂടെ വന്ന ഇന്നോവയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും കാരണം കൃത്യമായിട്ടില്ല. നിരവധി യാത്രക്കാരുമായി അരീക്കോടിൽ നിന്ന് എടവണ്ണപ്പാറ ഭാഗത്തേക്ക് വന്ന കുരിക്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നിരവധി ആളുകൾക്കാണ് ബസ്സിൽ യാത്ര ചെയ്ത നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നോവയിലെ ഡ്രൈവർക്കും പരിക്ക് കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. ബസ്സിലെ നിരവധി ആളുകളാണ് അപകടത്തിൽപ്പെട്ട് ഇന്ന് മദർ ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലും എത്തിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ അവസരോചിതമായ രക്ഷാപ്രവർത്തനമാണ് മുഴുവൻ പരിക്കേറ്റവരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവഴി വന്ന പിക്കപ്പ് വാൻ, ഓട്ടോ, ആംബുലൻസ്, ബൈക്കുകൾ, കാറുകൾ എല്ലാം ഉപയോഗപ്പെടുത്തി കൃത്യമായ നല്ല രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് യാത്രക്കാരും നാട്ടുകാരും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്താണ് ഈ അപകട സമയത്തെ ദൃശ്യം എന്ന് നമുക്ക് നാട്ടുകാരോട് ചോദിച്ചു മനസ്സിലാക്കാം. എന്താണ് ഇന്നിപ്പോൾ അപകടം ഉണ്ടായ സമയത്ത് കണ്ടിട്ടുള്ളത്? അപകടമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ചായ കുടിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട ടൈമിന് തന്നെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഡയറക്റ്റ് കാണാം ഈ ജനവാതിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ബസ് ഇങ്ങനെ വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഓടി ചെന്നിട്ട് അവിടെ ചെന്നിങ്ങനെ ഡോറൊക്കെ തുറന്ന് ആൾക്കാരെല്ലാവരും ഇറക്കിയിട്ട്, അപ്പം ബസ്സിലുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ. അപ്പുറത്ത് ഇന്നോവ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബസ്സിലുള്ള ആളുകളാണ് പറഞ്ഞത് അപ്പുറത്ത് ഇന്നോവ ഉണ്ട്, അവിടെയുള്ള ആൾക്കാരെ നോക്കി ഇതിൽ വലിയ പരിക്കൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ബസ്സിലുള്ള എല്ലാ ആൾക്കാരെല്ലാവരും ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇന്നോവൻ്റെ അവിടെ ചെന്നപ്പോൾ ഇന്നോവയിലുള്ള എല്ലാവരും ഇറങ്ങി പുറത്ത് ഫസ്റ്റ് ഇറങ്ങിയിട്ട് പിന്നെ ഡ്രൈവർക്ക് കുറച്ച് എന്തോ അത്യാവശ്യമായിട്ട് നല്ല പറ്റിയിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആളുകളെല്ലാവരും കൂടിയിട്ട് തന്നെ എടുത്തത് പുറത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ബസ്സിലുള്ള ആളുകൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് കേട്ടത്. ബസ്സിൽ ഏകദേശം എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഏകദേശം കറക്റ്റ് അറിയത്തില്ല. ഇന്നോവയിൽ എത്ര ആളുകൾ? ഇന്നോവയിൽ കറക്റ്റ് അറിയില്ല, അതിന് 4-5 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മുന്നേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഡ്രൈവറെ മാത്രം ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വലിയൊരു ദുരന്തം ഒഴിവായി. അതിന് നമ്മൾ കുറച്ചൊന്ന് ശുക്ർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ബസ് അവിടെ നിന്ന് കൊണ്ട് വരികയാണ്, കാറ് ആണ് ഇടിച്ചത്. സംഭവിച്ചപ്പോൾ 2 ആൾ ആശുപത്രിയിലാണ്. പിന്നെ ബസ്സിലെ ആൾക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ഒരാളെ പരിക്കാണ് കുറച്ച് ഗുരുതരായിട്ടുള്ളത്. ഇന്നോവൻ്റെ ഡ്രൈവറാണ്. അതാണ് സംഭവം. ഇന്നോവ കാളിയാവുമായിരുന്ന എല്ലാവരും വളരെ അവസരം നാട്ടുകാരാണ് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ആൾക്കാരൊക്കെ ഏർപ്പെടുത്തിയത്. നമ്മൾ ഈ അപകടം കണ്ടാൽ തന്നെ അറിയാലോ വലിയൊരു ദുരന്തം ഒഴിവായതാണ്.